പുരുഷ ആങ്കർ എന്ന് പറയുമ്പോ ഒരുപാട് വാർപ്പ് മാതൃകകൾ ഉണ്ടായിരുന്നു. അയാളുടെ ഫിസിക്ക്, അയാളുടെ ഹെയർ സ്റ്റൈല്, അയാളുടെ ശബ്ദം. മിഥുൻചേട്ടന്റെ ശബ്ദം അടിപൊളി ശബ്ദമാണ്. പക്ഷെ പറഞ്ഞ പോലെ ഒരു ഘനഗംഭീര ശബ്ദം, ഈ ഗാനമേളക്കൊക്കെ ആങ്കർ ചെയ്യുന്ന ശബ്ദം, അതിനൊക്കെ സ്റ്റീരിയോ ടൈപ്പുകളൊക്കെ ബ്രേക്ക് ചെയ്ത് കുറെ ആളുകൾക്ക് കോൺഫിഡൻസ് നൽകിയിട്ടുണ്ട്. അത് നന്ദിയുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ റേഡിയോ ചെയ്യുമ്പോഴും നമ്മളവിടെ ചെല്ലുമ്പോ നമ്മൾ ആദ്യം കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശബ്ദങ്ങൾ പോലെയാ. കാരണം ഭയങ്കര മറ്റേ അതും മലയാളം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കേൾക്കാത്ത വാക്കുകളൊക്കെ ആയിട്ട്, അതുകൊണ്ട് നമ്മൾ അവരെ മറ്റേ മുകളിലേക്കേ കാണുന്നുള്ളൂ. അതാണ് ഈ നമ്മളിൽ ഒരാളാവുമ്പോഴാണല്ലോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് രണ്ട് രീതിയിലല്ലേ നമ്മൾ ആസ്പയർ ചെയ്യും ഒരാളാവാൻ, അല്ലെങ്കിൽ നമ്മളെ ശരിക്കും ഐഡന്റിഫൈ ചെയ്യും. ഈ ഐഡന്റിഫൈ ചെയ്തതാണ്, അതുകൊണ്ടാണ് നമുക്ക് കിട്ടിയെന്നുള്ള എനിക്ക് തോന്നിയത്. കാരണം പറഞ്ഞതിലാണ് നമുക്ക് തടിയുണ്ട്, നമ്മൾ അതിനെ പറ്റി ബോധമല്ല, മറ്റേ ഇതുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ അങ്ങ് പോവായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതായിരിക്കണം ആൾക്കാർക്ക് അത് ഇഷ്ടാവാൻ കാര്യം. അത്രേ ഉള്ളൂ. പണ്ട് ജോഷി സാർ ഒരുപാട് ഉപദേശിക്കായിരുന്നില്ലേ തടി കുറയ്ക്കണം? പിന്നെ എന്നിട്ട് എന്റെ അടുത്ത് കൂട്ടാൻ പറഞ്ഞ ഒരേ ഒരു പടമുള്ളൂ അവതാരം. തടി കുറയ്ക്കാൻ പുള്ളി എപ്പോ കാണുമ്പോഴേ എടുത്ത് പറയും, നീ ഇപ്പൊ എന്റെ അടുത്ത് അടുത്ത പടം തുടങ്ങുന്നതിന് മുമ്പ് മിക്കവാറും വിളിച്ചിട്ട് നീ ഇപ്പൊ ഏത് രൂപത്തിലാണ് ഇരിക്കുന്നത്? ഞാൻ പറയും ഇല്ല സാർ, തടി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എവിടെ? ഞാൻ കണ്ടു എന്ന് പറയും. ഞാനേ കുറച്ച് ചതിയെ റാങ്ക് ചെയ്യാൻ പറയാണ്. മിഥുൻ ചേട്ടൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ഇൻ ഓർഡർ ഓഫ് ചതി റാങ്ക് ചെയ്യണം. ഓക്കെ, ഞാൻ ഓപ്ഷൻസ് പറയാം. വിജയുടെ മനസ്സിൽ ചാലിച്ച്. ഓക്കെ, വെക്ടർ ഫെലിക്സ്, റൺ ബേബി റണ്ണിലെ അഡ്വക്കേറ്റ് മണിലാല്, ഡയമണ്ട് നെക്ലേസിലെ ബഷീർ. ഇവരൊന്ന് ചതിയുടെ ഓർഡറിലൊന്ന്. ബഷീർ പാവം ബുദ്ധിമുട്ടുകാരനാണ്. ബഷീർ ഒരിക്കലും ബഷീറാണ് ഏറ്റവും താഴെ വരിക, ഏറ്റവും ചതിയുടെ മീറ്റർ താഴെ ഇതാണ്. ഫെലിക്സ് ആയിരിക്കും രണ്ടാമത്. ഫെലിക്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമൊക്കെയാണ്. ഫെലിക്സ് ഈ മറ്റേ ഒരു ഫൈനാൻഷ്യലി ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ടും നമുക്ക് ജീവിക്കാൻ പണം വേണ്ടേ എന്നുള്ളതാണ്, അതാണ് ആറ്റിറ്റ്യൂഡ്. അപ്പൊ അതുകൊണ്ടാണ് ഫെലിക്സിന്റെ വേറൊരു ഇത് വരുന്നത്. മറ്റവൻ ചെറ്റയാ, മണിലാൽ ചെറ്റയാ. മറ്റവനിപ്പോ ജീവിക്കാനുള്ള പൈസയുള്ള കാര്യമൊന്നുമില്ല, അവൻ മറ്റേ വെറും ചെറ്റയാണ്. അതും മറ്റേ കാണിച്ചു കൂട്ടിയതൊക്കെ വെച്ച് നോക്കുമ്പോ അവൻ അവസാനം കിട്ടേണ്ട അടി കറക്റ്റാണ്. ഈ തുറന്നുള്ള സംസാരങ്ങള് അല്ലെങ്കിൽ സ്വയമുള്ള ബോധ്യങ്ങള്, ഇപ്പൊ അല്ലെങ്കിൽ ഞാൻ ഇത്രയൊക്കെയാണ്, ഞാൻ ഇതൊക്കെയാണെന്ന് വിളിച്ചു പറയുന്ന ഈ ജെന്യുവിൻ ആവുന്ന കാര്യം ഉണ്ടല്ലോ, ഈ അവസ്ഥ ഉണ്ടല്ലോ, ഇതെപ്പോഴും ദോഷമായിട്ട് അനുഭവിച്ചിട്ടുണ്ടോ? ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻ നടത്താറില്ല. ഞാൻ എന്റെ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് പോലും അങ്ങനെ ഒരു പ്രിപ്പറേഷൻ നടത്താറില്ല. വരുന്ന ആൾക്കാരെ പറ്റി മാത്രമേ പഠിക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൂടുതലും വരുന്നത് ഹൃദയത്തിൽ നിന്നാണ്. അതുകൊണ്ട് അത് കാരണം ഉണ്ടാവുന്ന ദോഷങ്ങൾ നമ്മൾ അനുഭവിച്ചേ മതിയാവുള്ളൂ എന്നുള്ളതാണ്. ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ പറഞ്ഞിട്ടുള്ളതിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ പിന്നീട് അവർക്ക് ഫീൽ ചെയ്തു എന്നൊക്കെ ഉള്ളത് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അവിടെ ചെന്ന് അപ്പൊ തന്നെ പറഞ്ഞു തീർക്കാറുണ്ട്. മാപ്പ് പറയാനോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ വരുത്താനോ ഒന്നും മടിയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നമുക്ക് ഞാൻ പറഞ്ഞത് നമുക്ക് കാരണം ഒരാൾക്ക് വിഷമം ഉണ്ടായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ ഫാമിലി ലൈഫിൽ പോലും അതല്ലേ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ കോംപ്രമൈസ് ആൾക്കാർ പറയണേ, ശരിക്കും പറഞ്ഞാൽ സന്തോഷത്തിന് വേണ്ടിയല്ലേ നമ്മളെല്ലാരും ചെയ്യണേ. ഈ എല്ലാരും പറഞ്ഞു അയ്യോ പോയി ഒരു സോറി പറഞ്ഞത്, ഞാൻ പറഞ്ഞത് കോംപ്രമൈസ് ഒന്നുമില്ല, അത് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്, അല്ലാതെ അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈഗോ ആണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. എവിടെയെന്ന് വെച്ചാൽ ഈഗോ ആണ്. ആ ഈഗോ എന്ന് പറയുന്ന സാധനം ഉള്ളിലാ കിടക്കണേ. അത് ഇൻസ്റ്റന്റേനിയസ് ആണ്. ഇറ്റ് ഡസന്റ് നമ്മള് ഓവർ ദ ടൈം ഈഗോ ബിൽഡ് ചെയ്തല്ല. അയ്യപ്പന് കോശിയല്ല നമ്മൾ, മനസ്സിലായില്ലേ? അപ്പൊ ഓവർ ദ ടൈം ഈഗോ ബിൽഡ് അല്ല, പകരം നമുക്ക് ഈഗോ മിക്കവാറും ഉള്ളത് ആ സമയത്ത് പ്രൊജക്ഷനാണ്. ഇത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ റിയലൈസ് ചെയ്യും, ഓ നമ്മളത് പറയാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു സാധനം നമ്മുടെ മനസ്സിൽ വരും. അത് ഉറപ്പാണ്, കാരണം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞു ആ ഈഗോ പിടിച്ചിരിക്കേണ്ട പിന്നെ നമ്മളത് വിടൂല, നമ്മൾ ആ ദേശത്ത് തന്നെ പോകും. പക്ഷെ അത് അപ്പൊ വിട്ട് കഴിഞ്ഞ് തീർക്കാന്നുണ്ടെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ തീരും. റമ്മിനടുത്തൊക്കെ പോയി പറഞ്ഞിരുന്നേ ഓക്കെ. ഇപ്പൊ ലക്ഷ്മി എങ്ങനെയാ മനസ്സിലാക്കിയിട്ടുള്ളത്? അവരുടെ ഒരു ചൂടാവുന്ന മീറ്റർ അയൺ ബോക്സ് പോലെ ചൂടായാൽ തണുക്കാൻ ഒരുപാട് സമയമുള്ള ആളാണോ, അതോ ട്യൂബ്ലൈറ്റ് പോലെ വരുന്നു പോകുന്നു അങ്ങനെയാണോ? ആണ്, കൂടുതലും അങ്ങനെയാണ്. അവളുടെ അവൾക്ക് ഈ പറഞ്ഞ പോലെ ഷീ ഹാസ് ഗോൺ ത്രൂ എ ലോട്ട് ഓഫ് ഈ പറയുന്ന പോലെ സൈക്കോളജിക്കൽ ട്രോമ കുറെ ഉള്ള ഒരാളാണ്. ഞാൻ കെട്ടിയതിന് ശേഷം ഉണ്ടായതല്ല. അപ്പൊ അതുകൊണ്ട് അത് മാനേജ് ചെയ്യുമ്പോ ഒരുപാട് ഇപ്പൊ എക്സ്പ്ലോസീവ് റേഞ്ച് ഉണ്ടാവാം, ഇതുണ്ടാവാം. ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. ഞാൻ പറഞ്ഞത് അത് നമ്മള് മനസ്സിലാക്കുന്നിടത്താണ് കാര്യം. ഇപ്പൊ നമുക്കിത് അറിയില്ലെങ്കിൽ ഇതൊരു വലിയ പ്രശ്നത്തിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അവയർനെസ് വേണം. ഈ അവയർനെസ്സിലാണ് കാര്യം. അവയർനെസ് ഉള്ളത് കൊണ്ട് എനിക്കും അറിയാം ഇതാണ് സംഭവം എന്നുള്ളത്. പിന്നെ അങ്ങനെ വലിയ പ്രശ്നം ഈ പറഞ്ഞ പോലെയാണ് ലക്ഷ്മി വലിയ പ്രശ്നങ്ങളിലേ വലിയ. ഇപ്പൊ ഞാൻ പറയണത് നമുക്ക് മറ്റേ
ഇപ്പൊ എനിക്ക് ബെൽസ് വന്ന സമയത്തെ ലക്ഷ്മി ഭയങ്കര കൂളായിരുന്നു. ലക്ഷ്മി ഭയങ്കര സിമ്പിൾ ആയിട്ട് എന്നെ അത് ഭയങ്കരമായിട്ട് എന്നെ അങ്ങ് കൂളാക്കിയത് ലക്ഷ്മിയാണ്. കൂടെ ഒന്ന് നിന്ന് എല്ലാ കാര്യവും ചെയ്ത് ഇത് ചെയ്തിട്ട് അതിന് വേറൊരു വലിയ ടെൻഷനൊന്നും ഇല്ല. ആയിരിക്കാം കാണിക്കാത്തതാണ്, കാരണം അതിന് വേണ്ടിയിട്ട് മറ്റേ ഉണ്ട്. പക്ഷെ കാണിക്കാത്തത് മാത്രമല്ല, അത് ഹാൻഡിൽ ചെയ്ത രീതിയാണ്. മറ്റേത് അതേസമയം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഇലക്ട്രീഷ്യൻ വീട്ടിൽ വരുന്നുണ്ട് AC നന്നാക്കാൻ. എനിക്ക് 1 മണിക്ക് കിടന്ന് ഉറങ്ങണ്ടേ? ഞാൻ എങ്ങനെ കിടന്നുറങ്ങും? ഇതൊരു പ്രശ്നമാണ്, മനസ്സിലായില്ലേ? ഈ ടെൻഷനാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് പുള്ളിക്കാരുടെ മെയിൻ ടെൻഷൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? പിന്നെ ഞാൻ നിങ്ങൾ എവിടെയെങ്കിലും ഇറങ്ങി നടന്നോ, ഇത് നടക്കട്ടെ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. കാരണം അവളുടെ മനസ്സിൽ ചിന്തിക്കുന്ന വെച്ചാൽ ഉറക്കം വലിയ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന സാധനമുണ്ട്. പക്ഷേ ഇത്രയും വലിയ ഇഷ്യൂസ് വരുമ്പോൾ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുകയും ചെയ്യും. വലിയ ഇഷ്ടമാണല്ലേ ഭാര്യ? എല്ലാ ഭർത്താക്കന്മാർക്കും ഭാര്യമാരെ ഇഷ്ടമാണ്. ചേട്ടത് പ്രകടിപ്പിക്കുന്ന വിധമൊക്കെ കാണുമ്പോ എല്ലാത്തിനും കൊതി തോന്നാറുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഇൻസ്റ്റാഗ്രാമില് അല്ലാതെ അവളെ ദേഷ്യം കാണിക്കാൻ പറ്റില്ലല്ലോ. ശരിക്കും പറയല്ലേ, ഞാൻ പറയേ 18ാമത്തെ വയസ്സിലാണ് ഞാൻ കല്യാണം കഴിക്കണം ലക്ഷ്മിയെ. എനിക്കന്ന് 24 വയസ്സ്, 7 വയസ്സില്ല, 25 വയസ്സ് എനിക്ക്. അപ്പോ അത് തൊട്ട് ശരിക്കും പറഞ്ഞാല് അപ്പൊ അവർക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടല്ലോ, ഞാൻ വളർത്തിയതിന്റെ കുഴപ്പമാണെന്നാ തോന്നുന്നത്. അച്ഛനും കൂടിയാണ്. അതുകൊണ്ടാ പറഞ്ഞത്. അപ്പൊ ഈ 18 കഴിഞ്ഞിട്ടുള്ള ദോഷങ്ങളെല്ലാം ഞാൻ വരുത്തി വെച്ചതാണെന്നുള്ളതുകൊണ്ട് നമ്മൾ അനുഭവിച്ചല്ലേ ഉള്ളൂ. ഇപ്പൊ തന്മിയുടെ കാര്യത്തിൽ നമ്മളതല്ലേ പറയുള്ളൂ. അതാവുമ്പോ അത് തന്നെയാണ്. ലക്ഷ്മി ഈ അടുത്ത് ഒരു കേസ് ഒക്കെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. രോക്ഷം ഉണ്ടാവാറുണ്ടോ ഉള്ളില്? എനിക്കോ? അതായത് ഈ ആളിനോട് ഞാൻ കാരണമാണ് ഇപ്പൊ പാവപ്പെട്ടവൻ രക്ഷപ്പെട്ടെന്നുള്ളതാണ് പറയാൻ കാരണം. എന്ന് വെച്ചാൽ പോലീസിൽ കേസ് ഫയൽ ചെയ്തു. നമ്മുടെ അവിടെ ഇദ്ദേഹം കൊച്ചിയിലുള്ള ആളുടെ ഏണിക്കര കൊണ്ടുവന്നു. അവര് 2 ദിവസം അദ്ദേഹത്തെ നടത്തിച്ച് ഇത് കഴിഞ്ഞിട്ട് പുള്ളി ഇവിടെ നിൽക്കുന്നു. ഇപ്പൊ ഞാൻ അദ്ദേഹം എന്ന് വിളിച്ചിട്ട് ഒരു വീട്ടിൽ വഴക്കാണ്. അപ്പൊ പക്ഷേ എന്താന്ന് വെച്ചാൽ പുള്ളി വന്നു, പുള്ളിക്ക് ഇതുള്ള ഞാൻ ഇതിനു മുമ്പേ അദ്ദേഹത്തെ കണ്ടെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പം എന്റെ അടുത്ത് ഇപ്പോഴും ഉള്ള ചോദ്യം, നിങ്ങൾ അവര് പറയുന്ന കേട്ടുണ്ടായിരുന്നു എന്ന് പറയുമല്ലോ. അപ്പൊ ഞാൻ അവിടുത്തെ അക്കാഫിന്റെ കോളേജ് അലുമിനായി ഫെഡറേഷൻ നോക്കുമ്പോൾ പുള്ളി പഠിച്ച കോളേജിൽ നിന്നാണെന്ന് മനസ്സിലായി. അപ്പൊ വർഷം കിട്ടി. നമുക്ക് ഫേസ്ബുക്കിൽ ഇതൊക്കെ വളരെ എളുപ്പം കണ്ടെത്താവുന്ന കാര്യങ്ങളാണ്. പുള്ളിയുടെ ഒരു സൗഹൃദ സംഘത്തിൽ ഇത്രയും ആൾക്കാരുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ആ കോളേജ് അലുമിനായി ഫെഡറേഷന്റെ വിളിച്ചു. അക്കാഫ് നമ്മുടെ അവിടെ ഉള്ള കോളേജ് അലുമിനായി സംഘടനയാണ്, ഓൾ കേരള കോളേജ് അലുമിനായി. ഞാൻ പറഞ്ഞു ഇന്ന കോളേജിന്റെ ആരെങ്കിലും എനിക്കും തരും, അതും ഈ ബാച്ചിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു എന്താ കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഇതാണ്. ഇതിലൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞ് വിളിച്ചു. ഇത് കഴിഞ്ഞ ഉടൻ ആ കോളേജിന്റെ ആൾ വിളിച്ചിട്ട് പറയോ അതെ അയാൾ മദ്യപാനിയാണ്, മദ്യപിച്ചതിന് അവൻ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ പറഞ്ഞു വേറൊന്നുമില്ല, എനിക്ക് നമ്പർ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചോ. അല്ലല്ല ഇത് വിളിച്ച് സംസാരിക്കേണ്ട, അത് മോശം, ഞാൻ പറഞ്ഞോളാം അതിപ്പോ ഡിലീറ്റ് ചെയ്യാം, അപ്പൊ ഡിലീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 5 മിനിറ്റ് അത് ഡിലീറ്റ് ആയി. ആ കമന്റ് പുള്ളി എന്നെ ഡിലീറ്റ് ചെയ്ത് കൊണ്ടുപോയി. പക്ഷെ ഷീഡിൻ വോണ്ട് ലെറ്റ് ഇറ്റ് ഗോ, കാരണം എഴുതിയിരുന്ന അത്രയും മോശമായിട്ടുള്ള ലൈനാണ്. അപ്പൊ മദ്യപിച്ചിട്ടാണെങ്കിലും എന്താണെങ്കിലും എഴുതിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അതൊരു 2 തവണ നടത്തിക്കുക. ആദ്യത്തെ പ്രാവശ്യം വിളിക്കുമ്പോൾ ലക്ഷ്മി ഇല്ല. അപ്പൊ പുള്ളി അടുത്ത് പോയിട്ട് വരാൻ പറഞ്ഞു. കൊച്ചിന്ന് വന്ന് കയറിയ ആള് എനിക്കര വരെ വന്നിട്ട് പിന്നെ തിരിച്ചു പോകേണ്ടി വന്നു. പുള്ളി അത് കഴിഞ്ഞ് വീണ്ടും ഒരു ശനിയാഴ്ച വരുമ്പോഴാണ് വിളിച്ച് നമ്മൾ കിട്ടുന്നത്. അപ്പൊ എന്റെ അടുത്ത് അവിടുത്തെ പോലീസുകാരെ എന്റെ അടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു ഓൾറെഡി അദ്ദേഹം ഒരു 2 തവണ വന്നു, അങ്ങനെ 2 തവണ വന്നു കഴിഞ്ഞു, അങ്ങനെ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ പേടിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വേറെ ഇപ്പൊ ചിഞ്ചു പറഞ്ഞു ഐ ലൈക്ക് ടു പ്രസ് ചാർജസ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നീ നമ്മുടെ പോലീസുകാർക്ക് പ്രസ് ചാർജസ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഇലക്ട്രിക് ഷോക്ക് കൊടുക്കണം രീതി ചിന്തിക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് നീ പറഞ്ഞു ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സാർ വാർണിംഗ് കൊടുത്ത് വിട്ടാൽ മതി, പറ്റുമെങ്കിൽ വേണമെന്ന് എഴുതി വാങ്ങിച്ചു വിട്ടോ, അതാകുമ്പോ അടുത്ത പ്രാവശ്യം ഇത് ചെയ്യൂലല്ലോ. അതൊന്ന് എഴുതി വാങ്ങിച്ച് പുള്ളിയുടെ കാർഡ് കൊടുത്ത് വിട്ടോ, സാറിന് അറിയാലോ എന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞപ്പോ അത് അങ്ങനെ എല്ലാം ചെയ്തിട്ടേ വിടുന്നുള്ളൂ, അവൻ ഇനി ചെയ്യില്ല, അത് ഉറപ്പാണ്. അപ്പൊ അവൻ ഇനി ചെയ്താ ജയിലിൽ കിടക്കും എന്നൊക്കെ ഉള്ളതൊക്കെ പുള്ളി എന്റെ അടുത്ത് ഇത് വെച്ചപ്പോ ഞാൻ പറഞ്ഞു ഇത് അന്ന് വൈകുന്നേരത്തെ വഴക്കാ അവന് വെറുതെ വിട്ടതിന്റെ പേരിൽ. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാൽ എല്ലാവരും ഇപ്പൊ ഒരു സ്പെർ ഓഫ് ദ മൊമെന്റിലല്ലേ നമുക്ക് എല്ലായിടത്തും ദേഷ്യം വരുന്നതും നമുക്ക് ഇത് ചെയ്യുന്നതും ഒക്കെ സ്പെർ ഓഫ്. നമ്മൾ കൂടെ കൊണ്ടുനടക്കാനാണെങ്കിൽ പിന്നെ അത് കുറെ നാൾ കൊണ്ടുനടക്കേണ്ടി വരില്ലേ, ഭയങ്കര നെഗറ്റീവ് ആണത്.